സമാധാനത്തിന്റെ പാതയിൽ എത്ര പോയിട്ടും ഇസ്രായേൽ യുദ്ധം നിർത്താൻ തയ്യാറാകുന്നില്ല. ഹിസ്ബുള്ളയടക്കം വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ മുന്നോട്ടു പോകുമ്പോൾ ആരും ഭയക്കുന്ന ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് എത്തിയ ഒരു മലയാളി യുവതിയുടെ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളടക്കം യുവതിയുടെ കുറിപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു. അവരുടെ അനുഭവം പറയുന്നത് ഇങ്ങനെയാണ്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന ഒരുപാട് കെട്ടിടങ്ങൾ കണ്ടെങ്കിലും ഇസ്രായേൽ ബോംബിട്ട ഏതെങ്കിലും ഒരു കെട്ടിടം ജിജ്ഞാസയായി. പലതും വാർത്തകൾ കണ്ടിട്ടും കേട്ടിട്ടുമേ ഉള്ളൂ. ഗൂഗിൾ പരിശോധിച്ച് ഒരു ലൊക്കേഷൻ കണ്ടു. എന്നാൽ ടാക്സി വിളിച്ചാൽ വരുമോ? ഇവിടുത്തെ ജനങ്ങൾ ഇസ്രായേൽ എന്ന പേര് പോലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളാണല്ലോ. അവിടെ അവർ ബോംബിട്ട കെട്ടിടത്തെക്കുറിച്ച് എങ്ങനെ ചോദിക്കും? അതിനാൽ സമീപത്തുള്ള മറ്റൊരു ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻ ഇട്ട് ടാക്സി വിളിച്ചു. എങ്കിലും ഡ്രൈവർ മുഹമ്മദ് എൻ്റെ കള്ളം ഉടനെ കണ്ടുപിടിക്കുകയായിരുന്നു. നീ ഇവിടെ എന്താണ് കാണാൻ വന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ സത്യസന്ധമായി പറഞ്ഞു, ഇസ്രായേൽ ബോംബിട്ട കെട്ടിടം കാണാനാണ്. അടുത്ത ചോദ്യം മീഡിയയിൽ നിന്നാണോ? ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, അല്ല, ഞാൻ ഇപ്പോൾ ഹാർബർ സ്ഫോടനം നടന്ന സ്ഥലം കാണാൻ പോയിരുന്നു. അവിടെ നിന്നാണ് നിങ്ങളുടെ ടാക്സി വിളിച്ചത്. അങ്ങനെ തന്നെ മറ്റൊരു സ്ഥലങ്ങളും കാണണമെന്നാണ് ആഗ്രഹിച്ചത്. ഈ മറുപടി കാര്യങ്ങളെ മാറ്റിയെന്നാണ് അവർ പറയുന്നത്. ഞാൻ നിന്നെ ശരിയായ ബിൽഡിംഗ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഡ്രൈവർ അങ്ങോട്ടേക്ക് കൂട്ടുകൊണ്ടുപോയതായി പറയുന്നുണ്ട്. ഇസ്രായേൽ ബോംബിട്ട് തകർത്ത കെട്ടിടവും അടുത്തുള്ള ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന മറ്റൊരു കെട്ടിടവും കാണിച്ചു നൽകി. പിന്നീട് കുറച്ചു മിണ്ടാതിരുന്ന ശേഷം അദ്ദേഹം ഒരു ചോദ്യവുമായി നോക്കുകയുണ്ടായി. ദാഹിയ യാത്രയിൽ കവിത സലീഷ് എന്ന യുവതിയാണ് ഈ സാഹസികമായ യാത്ര നടത്തിയിരിക്കുന്നത്. നിനക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോകാം എന്ന് ഡ്രൈവർ പറയുകയുണ്ടായി. ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആസ്ഥാന പ്രദേശവും ജേർണലിസ്റ്റുകൾ പോലും പോകാൻ ഭയപ്പെടുന്ന സ്ഥലവുമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ട പ്രദേശം. ആരായാലും ഇവിടേക്ക് പോകാൻ ഒന്ന് വിറയ്ക്കും. എങ്കിലും ധൈര്യത്തോടെയാണ് യുവതി അവിടേക്ക് കയറിയത്. അവർ പറയുന്നതനുസരിച്ച് ഇവിടേക്ക് വരുന്നതിൻ്റെ 3 ദിവസം മുമ്പാണ് ഒരു ഇന്ത്യൻ യൂട്യൂബർ അവിടെ ചെന്നപ്പോൾ അയാളെ തടഞ്ഞു വെച്ചതും അയാൾ ഓടി രക്ഷപ്പെട്ടതും. ലബനൻ സന്ദർശനം തന്നെ മതിയാക്കി അദ്ദേഹം പോയെന്നാണ് പറയപ്പെടുന്നത്. ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ്റെ ശക്തമായ പിന്തുണയുള്ള ഷിയ വിഭാഗം താമസിക്കുന്ന പ്രദേശമാണ് ഇവിടെ. അവിടുത്തെ താമസക്കാരല്ലാതെ ലബനനിലോ സാധാരണക്കാർ പോലും കയറാത്ത സ്ഥലം കൂടിയാണ് ദഹിയ. രാജ്യത്തിനകത്ത് തന്നെ മറ്റൊരു രാജ്യം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ വധിച്ച സ്ഥലം എന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ ആകെ അങ്കലാപ്പിലായ യുവതി ആ സ്ഥലം കാണണമെന്ന് ശക്തമായി തന്നെ ആഗ്രഹിച്ചിരുന്നു. ഡ്രൈവർ കാർ നിർത്തിയപ്പോൾ ചുറ്റുമുള്ള കാഴ്ച തകർന്ന കെട്ടിടങ്ങളായിരുന്നു. അതുപോലെ തന്നെ പാലത്തിനപ്പുറവും പലസ്തീൻ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളും എല്ലാം ഒരു ചേരി പ്രദേശം പോലെ തോന്നിപ്പിച്ചതായാണ് അവർ പറയുന്നത്. ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ട കെട്ടിടത്തിന് 5 നില തന്നെ ഭൂമിക്കടിയിലേക്കുള്ള ബങ്കറുള്ള അണ്ടർഗ്രൗണ്ട് കെട്ടിടം തന്നെയാണ്. ആ കെട്ടിടത്തിൽ നിന്ന് റോഡിനപ്പുറമുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് തുരങ്കവും ഉണ്ടായിരുന്നു. 2 ബിൽഡിങ്ങുകളും ഒരേ സമയം തകർക്കപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ 2 വലിയ ഗർത്തങ്ങൾ മാത്രമാണുള്ളതാണെന്ന് അവർ പറയുന്നത്. നല്ല തിരക്കുള്ള നിറയെ ആളുകൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണ്. യാത്രാമാർഗങ്ങൾ ഉപയോഗിക്കുന്ന ബങ്കറുകൾ എന്നിവ മാസങ്ങളോളം ഇസ്രായേൽ രഹസ്യമായി നിരീക്ഷിച്ചതിന് ശേഷമായിരുന്നു ഹസൻ നസ്രല്ലയെ വധിക്കാൻ പദ്ധതിയിട്ടത്. കഴിഞ്ഞ വർഷം തന്നെ 80ലധികം ബോംബുകൾ ഉപയോഗിച്ചുവെന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത്ര ശക്തമായ ഒരു പ്രിസിഷൻ എയർ സ്ട്രൈക്ക് ബോംബറുകളും കെമിക്കലുകളും വർഷിച്ചാണ് ഇവിടെ തകർക്കുകയും നസ്രല്ലയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഡ്രൈവറുടെ റിപ്പോർട്ട് പ്രകാരം 13 മാനേജർമാർ ഉൾപ്പെടെയായിരുന്നു നസ്രല്ല കൊല്ലപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ചുറ്റുവട്ടത്തുള്ള പല കെട്ടിടങ്ങളിലെ താമസക്കാരും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. യുദ്ധപ്പാടുകൾ നിറഞ്ഞ കെട്ടിടങ്ങളുടെ മുകളിൽ നസ്രല്ലയുടെ വൻ പോസ്റ്ററുകളും ഹിസ്ബുള്ളയുടെ മഞ്ഞക്കൊടികളും പാറി നിൽക്കുന്നത് കാണാമെന്നാണ് അവർ പറയുന്നത്. ചുറ്റും ശക്തമായ ലോക്കൽ കാവലുമുണ്ട്. അതിനാൽ അധിക നേരം അവിടെ നിൽക്കാൻ കഴിയാതെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉടൻ തന്നെ തിരിച്ചു പോയതായി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്.